ഹലോ ഗൈസ്, ഇത് നമ്മൾ ഒരു എ സിയുടെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കുന്ന ഒരു എ സിയുടെ ഔട്ട്ഡോറാണ് ഈ കാണുന്നത്. ഇത് ഫുള്ളി എന്താ പറയുക, മുകളിൽ നിന്ന് താഴെ വീണ് അത് ഫുള്ളായിട്ട് ഡാമേജ് ആയി ആ ഒരു രീതിയിലായിട്ടുള്ള ഒരു എ സി ഔട്ട്ഡോർ ആയിരുന്നു. കംപ്രസറിൻ്റെ സൈഡും കണ്ടൻസർ അതെല്ലാം കൂടി ഡാമേജ് ആയി മൊത്തത്തിൽ തുരുമ്പ് പിടിച്ച് അതിൻ്റെ ബേസൊക്കെ ഫുള്ള് പോയി കിടക്കുന്ന ഒരു എ സി ആയിരുന്നത്. ഇതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ആണ്, വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ കാണുന്ന ബേസാണ് ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ട് പോയി കിടക്കുന്നത്. ഇത് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നോർമൽ എ സി ആണ്. ഇതിൻ്റെ ഔട്ട്ഡോർ കംപ്രസർ ചെക്ക് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. കംപ്രസർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ള് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇതൊരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഔട്ട്ഡോർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുത്തു. അതിൻ്റെ ഫാൻ മോട്ടറും ചെക്ക് ചെയ്തപ്പോൾ അതും വർക്കിംഗ് ആണ്. അത് ജസ്റ്റ് റെസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളത് ക്ലീൻ ചെയ്തെടുത്തായിരുന്നു. ഫാൻ മോട്ടർ കാര്യങ്ങളൊക്കെ അപ്പോൾ ലീക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇത് വേറെ ഒന്നുമല്ല, ഒരുപാട് പേര് ഔട്ട്ഡോറൊക്കെ ഒന്ന് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻവെർട്ടർ എ സിയിലല്ല, നോർമൽ എ സിയിലേക്ക് ആണെങ്കിൽ ചെയ്യും. ഇതാണ് ആ ബേസ് നമ്മൾ രണ്ടാമത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ആ ഒരു ബേസിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ വെച്ച് വെൽഡ് ചെയ്തെടുത്ത് അതാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. ഈ ഔട്ട്ഡോർ കാര്യങ്ങളെല്ലാം അങ്ങനെ റെഡിയാക്കി കംപ്രസർ വർക്ക് ചെയ്യിച്ചു. കണ്ടൻസർ കോയിൽ അത് ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ കയ്യിൽ വേറൊരു കണ്ടൻസർ കോയിലുണ്ട്, അതിനെ വെക്കായിരുന്നു. പക്ഷെ നമ്മൾ വേറെ കണ്ടൻസർ കോയിൽ സെറ്റ് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ സൈഡിൽ വരുന്ന സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് MCയിലിട്ട് അവിടെ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്തു. പിന്നെ ഇത് ഫുള്ളായിട്ടൊന്ന് പെയിൻ്റൊക്കെ ചെയ്തു. ഇത് വേറെ ഒന്നുമല്ല, ഞാൻ പറയുന്നത് പഴയ ഔട്ട്ഡോറൊക്കെ ആണെങ്കിൽ പോലും ഒന്ന് ചെക്ക് ചെയ്യാൻ വിളിക്കാം. നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുക ചെയ്യാം. ചെറിയൊരു കോസ്റ്റ്ലി ആണെങ്കിൽ പോലും ഇതൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലത്തോളം വേണമെങ്കിലും ഈ AC ഔട്ട്ഡോർ ഇതൊക്കെ AC ഒക്കെ നന്നായി നോർമൽ AC ഒക്കെ ആണെങ്കിൽ കാലങ്ങളോളം കിടന്നോളം വർക്ക് ചെയ്യും. ഈ റീസ്റ്റോറേഷൻ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എല്ലാ പാർട്സും നമ്മൾ ഇതേപോലെ സാൻഡ് പേപ്പർ യൂസ് കളഞ്ഞ് എല്ലാ റസ്റ്റും അതിന് ക്ലിയർ ആക്കിയതിനു ശേഷം ഫുള്ള് എല്ലാം തന്നെ നമ്മൾ പെയിന്റ് ചെയ്ത് ആ ഒരു പുതിയ ഔട്ട്ഡോർ എങ്ങനെയാണോ ആ ഒരു രീതിയിലാക്കി നമ്മൾ മാറ്റിയിരുന്നു. ഒരു 2 ദിവസത്തെ പണി തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. പിന്നെ പെയിന്റ് കാര്യങ്ങളൊക്കെ അതെ നമ്മൾ ഫുള്ളായിട്ട് കൊടുത്ത് നമ്മൾ തന്നെ ഒരു കസ്റ്റമറാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തിരിക്കുന്നത്. അവർ ഹാപ്പിയാണ്. കാര്യങ്ങൾ ഓക്കെ വെച്ച് കാണിച്ചു കൊടുത്താൽ എല്ലാം ഓക്കെയാണ്. വാൽവും കാര്യങ്ങളൊക്കെ പഴയത് അതൊക്കെ നമ്മൾ വാങ്ങിച്ച് പുതിയത് ഇട്ടു. കംപ്രസറും ഒന്ന് ചെറിയ റസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ കംപ്രസറൊക്കെ കാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും അത്ര പെട്ടെന്ന് കംപ്ലൈൻറ്റ്സ് വരില്ല. ഫുള്ളായിട്ട് ഉള്ളിലൊന്നും ഡാമേജ് ഇല്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് അപ്പുറത്തെ ജസ്റ്റ് റസ്റ്റ് കളഞ്ഞ് എന്നിട്ട് നമ്മളൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കും.
ഇതിപ്പോൾ നമ്മൾ തിരിച്ച് അസംബിൾ ചെയ്യാണ് ഫുൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന AC ആയിരുന്നു നേരത്തെ കണ്ട ആദ്യത്തെ AC. അതാണെന്ന് പറയുന്നില്ലല്ലോ, പുതിയതുപോലെ ആയിരിക്കാം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യിക്കുക. സ്ക്രാപ്പിനാളാകുമ്പോൾ നമുക്കതിൽ ചെയ്യാൻ പറ്റുമോ നോക്കാം. ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് നല്ല പക്കയായിട്ട് ഇതേപോലെ ആക്കി പുതിയതുപോലെ ആക്കിയെടുക്കാം. അതുപോലെ കൂടുതൽ വീഡിയോസിന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.